ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോട്ടസ് സെൻറ്റർ ഹെയർ ക്ലിപ്പ് മേക്ക് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗോൾഡൻ ഷെയ്ഡിലുള്ള സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് കുന്തൻ സ്റ്റോൺസ് ആണ്. എനിക്ക് കിട്ടിയ ഒരു ഓർഡറാണ്. അവർക്ക് വേണ്ടത് ബ്ലൂ ഷെയ്ഡാണ് വേണ്ടത്, ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ടും ടോട്ടൽ 5 സ്റ്റോൺസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റും റൈറ്റും ചെരിച്ചോട് ഒരു സ്റ്റോൺ വെക്കണം. അതിനുശേഷം പിന്നെ സെൻറ്ററിൽ ഒരു സ്റ്റോണാണ് വെച്ചെടുക്കുന്നത്. ഇങ്ങനെയാണ് ലോട്ടസ് ഫ്ലവറിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇത് കണ്ടോ, ഫസ്റ്റ് ഒരു റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്കും തിരിച്ച് വയ്ക്കുക. നമ്മൾ തിരിച്ച് വയ്ക്കുക. അതിന് ശേഷം സെൻട്രലായിട്ട് ഒരു സ്റ്റോൺ ഇതുപോലെ കുന്തൻ സ്റ്റോൺ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ 3 വെച്ചിട്ട് മാത്രമായിട്ട് ചെയ്യാം. ഞാനിത് 3D ഷെയ്ഡിലാണ് ചെയ്തെടുക്കുന്നത്. 3D എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മുകളിൽ ഒരു 2 സ്റ്റോൺസ് കൂടി കയറും. ഒരു ലോട്ടസിൻ്റെ മുകളിൽ 2 സ്റ്റോൺസ് കൂടി കയറും. അതാണ് 3D ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3D ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മൾ ബ്ലൂ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടോ, നമ്മൾ ചെരിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോൺസിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ കയറുന്നത് 2 സ്റ്റോണാണ്. ഒരു ലോട്ടസിൻ്റെ മുകളിൽ 2 സ്റ്റോണാണ് കയറുന്നത്. ഫസ്റ്റ് ഒരു സ്റ്റോൺ വെച്ചു, ദെൻ 2 വെച്ചു. കണ്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ 5 ലോട്ടസിനും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇത് മീഡിയം സൈസിലുള്ള ഒരു ഹെയർ ക്ലിപ്പാണ്, അതുകൊണ്ടാണ് 5 ലോട്ടസിൽ കയറുന്നത്. പിന്നെ തന്നെയല്ല, ഈ സ്റ്റോൺ എന്ന് പറയുന്നത് കുറച്ച് വലിയ സ്റ്റോണാണ് കേട്ടോ. ഇതിന് സ്മോൾ സൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 6 ഡോട്ട്സെങ്കിലും അതിലേക്ക് മേക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇതിപ്പോൾ എനിക്ക് 5 എടുക്കേണ്ടി വന്നിട്ടുള്ളൂ, ബിഗ് സ്റ്റോൺസ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ലോട്ടസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി നമ്മൾ അതിലേക്ക് ലീഫ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മൂൺ ഷേപ്പ് എന്ന് പറയും, ഹാഫ് ഷേപ്പ് എന്ന് പറയും. ഹാഫ് ഷേപ്പ് കുന്തൻ സ്റ്റോൺസും അല്ലെങ്കിൽ മൂൺ ഷേപ്പ് കുന്തൻ സ്റ്റോൺസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഹാഫ് ഷേപ്പ് കുന്തൻ സ്റ്റോൺസ് ആണ്. നമ്മൾ രണ്ടും സെയിം തന്നെയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടോ, അത് ഇതേപോലെ ലീഫ് പോലെ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഗ്രീൻ ഷെയ്ഡാണ് ഉള്ളത്. നിങ്ങൾക്ക് കസ്റ്റമർ പറയുന്ന ഡ്രസ്സിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഗ്രീൻ തന്നെ വെച്ച് കൊടുക്കണമെന്നില്ല. അതിലേക്ക് എന്താ പറയുക, നമ്മൾ വൈറ്റോ മെറൂണോ ഏത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഡ്രസ്സ് ഷെയ്ഡ് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഗ്രീൻ തന്നെ വെക്കണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഗ്രീൻ വെക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ ലീഫ് ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്തായി നമുക്ക് സെൻറ്ററിലെ ഒരു വൈറ്റ് സ്റ്റോൺ കൂടി വെച്ചാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ, ലോട്ടസിൻ്റെ സെൻറ്ററിൽ നമുക്ക് വൈറ്റ് സ്റ്റോൺ വെച്ചെടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വൈറ്റ് സ്റ്റോണ്, കുന്തൻ സ്റ്റോൺ തന്നെയാണ് ഇത് വെച്ച് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മളെ ലോട്ടസ് ഹെയർ ക്ലിപ്പ് നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.